ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് തളപതി 68. ചിത്രത്തിൻ്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക്, സെക്കൻഡ് ലുക്ക് പോസ്റ്ററുമെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് വർഷമായി വിജയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഈ സിനിമ. വ്യത്യാസമുള്ള സ്റ്റോറി, ഗെറ്റപ്പ്, പുതിയ ഡയറക്ടർ, അതുമാത്രമല്ലാതെ ഒരുപാട് വർഷങ്ങളായി കേട്ടുവന്ന അനിരുദ്ധ് വിജയ് കൂട്ടുകെട്ടിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിനു വേണ്ടി ഗംഗൈ അമരൻ ലിറിക്സ് എഴുതി വിജയും ഇളയരാജയും ചേർന്ന് ഒരു സോങ് ഉണ്ട് എന്നതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ മൊത്തത്തിലൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ചിത്രം. കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് ദിവസങ്ങളായി അപ്ഡേറ്റുകളൊന്നും തരാതിരുന്ന കങ്കുവട്ടി പൊങ്കലിന് ഒരു അപ്ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക്, പ്രൊമോ എല്ലാം വന്ന സ്ഥിതിക്ക് സെക്കൻഡ് ലുക്ക് അല്ലെങ്കിൽ ടീസർ ആവാനാണ് സാധ്യതകൾ ഏറെയും. റിലീസ് ചെയ്ത് 2 ആഴ്ച പിന്നിടുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് ലാലേട്ടൻ്റെ നേര് തിയേറ്ററിൽ കാഴ്ചവെക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 40 കോടിയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്. ദൃശ്യം, പുലിമുരുകൻ, ലൂസിഫറിന് ശേഷം ഇപ്പോൾ നേരും. കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമായി 40 കോടി ക്ലബ്ബ് പടമുള്ള ഒരേ ഒരു നടൻ ഇപ്പോൾ ലാലേട്ടൻ മാത്രമാണ്. ലിയോ സിനിമ കണ്ട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടു എന്നും ചിത്രം യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഡ്രഗ്സ്, വെപ്പൺസ്, ഇല്ലീഗൽ ആക്ടിവിറ്റി സംബന്ധിച്ചതാണെന്നും ഡയറക്ടർ ലോകേഷിന് ക്രിമിനൽ മൈൻഡാണെന്നും ചിത്രത്തിൻ്റെ എല്ലാ OTT പ്രദർശനവും TV പ്രദർശനവും തടയണമെന്നും മധുര സ്വദേശിയായ രാജമുരുകൻ മധുര ഹൈക്കോടതിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. മമ്മൂട്ടി നായകനായി വന്ന് തെലുങ്കിൽ ഹിറ്റായ ചിത്രമാണ് യാത്ര. ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. മമ്മൂട്ടി, ജീവ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഫെബ്രുവരി 8 തിയേറ്ററുകളിൽ എത്തുന്നു. റിലീസ് ദിവസം മുതൽ നെഗറ്റീവ്, മിക്സഡ് റിവ്യൂ വന്ന ചിത്രമാണ് സലാർ. എങ്കിലും അതൊന്നും ചിത്രത്തിൻ്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല ഒക്കുപ്പൻസി ചിത്രം നേടുന്നുണ്ട്. 500 കോടിയും കടന്ന് 700 കോടി ക്ലബ്ബിൽ ചിത്രം എത്തി നിൽക്കുകയാണ്. ഇതിൽ 250 കോടിയോളം ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് ചിത്രം നേടിയതാണ്. ബാഹുബലി 1, ബാഹുബലി 2 എന്നിവയുടെ ആന്ധ്ര, തെലങ്കാന കളക്ഷൻസും ചിത്രം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സലാറിൻ്റെ 2ാം ഭാഗം 2025 ഉണ്ടാകുമെന്ന് ഡയറക്ടർ പ്രശാന്ത് നീൽ പറഞ്ഞു. പൊങ്കൽ റിലീസായി ജനുവരി 12 തിയേറ്ററിൽ റിലീസിനെത്തുന്ന ചിത്രമാണ് ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ. ചിത്രത്തിൻ്റെ സെൻസറിംഗ് കഴിഞ്ഞ് US സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ബ്രൂട്ടൽ വയലൻസും ഹെവി ബ്ലഡ് ഷെഡും കാരണം ക്ലൈമാക്സിലെ 4 മിനിറ്റോളം ട്രിം ചെയ്താണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കാം. കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ ഓസ്ലർ. മിഥുൻ മേനോൽ ഡയറക്ഷനിൽ വരുന്ന ചിത്രം ജയറാമേട്ടൻ്റെ തിരിച്ചുവരവാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിലറിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന 11 തിയേറ്ററിൽ റിലീസാവുന്നുണ്ട്. ഇതിൽ ഒരു പ്രധാന വേഷത്തിൽ മമ്മൂക്കിയും എത്തുന്നുണ്ട്.